കേരളത്തിലെ ഏറ്റവും മികച്ച അലക്കുകാരന് ഒരു അവാർഡ് ഉണ്ടെങ്കിൽ അത് റിപ്പോർട്ടർ ചാനൽ MD ആന്റോ അഗസ്റ്റിന് തന്നെ കൊടുക്കണം. കാരണം പിണറായി വിജയൻ സർക്കാരിന്റെ എല്ലാ മേഖലയിലെയും ഭരണ പരാജയങ്ങൾ നല്ല വൃത്തിക്ക് അലക്കി വെളുപ്പിച്ച് തേച്ചു മടക്കി വൃത്തിയാക്കി കൊടുക്കും റിപ്പോർട്ടർ ചാനൽ. അതായത് റിപ്പോർട്ടർ ചാനൽ CPMന്റെ അൺഒഫീഷ്യൽ വാഷിംഗ് മെഷീനായി മാറിയിട്ട് അധികകാലമായിട്ടില്ല. മുൻപ് MV നികേഷ് കുമാർ തുടങ്ങിയ ചാനലാണ് ഇവർ പണം കൊടുത്തു വാങ്ങിയത്. മുൻപ് മുട്ടിൽ മരമുറി കേസിൽ അകത്തുപോയി പിന്നീട് ജാമ്യത്തിലിറങ്ങി നടക്കുന്നവരാണ് ചാനൽ മുതലാളിമാരായ അഗസ്റ്റിൻ ബ്രദേഴ്സ്. പിന്നീട് പൂട്ടാറായ റിപ്പോർട്ടർ ചാനൽ വാങ്ങിയതോടെ മട്ടും ഭാവവും മാറി. എങ്കിലും കേരളത്തിലെ വാർപ്പു മാതൃകകളായ വാർത്താ അവതരണ രീതിയിൽ നിന്നും മാറി വാർത്തകളെ ഒരു ഈവന്റ് ആക്കി മാറ്റാൻ റിപ്പോർട്ടറിന് സാധിച്ചത് ഒരു പ്രധാന കാര്യമാണ്. വളരെ ചുരുങ്ങിയ കാലം കൊണ്ട് കേരളത്തിലെ നമ്പർ 1 നിരയിലേക്ക് എത്തിയ ചാനലാണ് റിപ്പോർട്ടർ ചാനൽ. കേരളത്തിലെ ഏറ്റവും സീനിയറായ മാധ്യമപ്രവർത്തകരെ ലക്ഷക്കണക്കിന് രൂപ കൊടുത്ത് പർച്ചേസ് ചെയ്താണ് ചാനൽ റീലോഞ്ച് ചെയ്തത്. പിന്നീട് വലിയ ടെക്നോളജികളുടെ സഹായത്തോടെ പ്രേക്ഷകരുടെ കണ്ണഞ്ചിപ്പിക്കുന്ന തരത്തിലുള്ള വിഷ്വൽ ക്വാളിറ്റി നൽകാൻ ചാനലിലായി എന്നുള്ളത് എടുത്തു പറയേണ്ട കാര്യമാണ്. എന്നാൽ CPM അനുഭാവിയായ MV നികേഷ് കുമാർ ഈ ചാനൽ തുടങ്ങിയതിനു ശേഷം CPMന്റെ PR പരിപാടി കൂടി ഏറ്റെടുക്കുന്ന നിലയിലായിരുന്നു കാര്യങ്ങൾ. എന്നാൽ അത് നികേഷ് കുമാർ ആണെന്ന് വെക്കാം. എന്നാൽ കേരളത്തിലെ മുൻനിര മാധ്യമ പ്രവർത്തകരെ കൂടെ ചേർത്ത് ചാനൽ റീലോഞ്ച് ചെയ്യുമ്പോൾ ന്യൂട്രലായ വാർത്തകളാണ് മുന്നോട്ട് വെക്കുന്നത് എന്നാണ് ചാനൽ അധികാരികൾ പറഞ്ഞത്. എന്നാൽ ഇപ്പോൾ കാര്യങ്ങൾ നേരെ തിരിഞ്ഞു. അർദ്ധസത്യങ്ങളും അസത്യങ്ങളും പ്രചരിപ്പിക്കുക വഴി CPMന്റെ പൊളിറ്റിക്കൽ PR പണി ചെയ്യുന്ന സ്ഥാപനമാണ് റിപ്പോർട്ടർ ചാനൽ. അതിന്റെ എക്സ്ട്രീം ലെവൽ വേർഷൻ കാണണമെങ്കിൽ കഴിഞ്ഞ ദിവസത്തെ മീറ്റ് ദ എഡിറ്റേഴ്സ് ഭാഗം കാണണം. അതിലെ അന്നത്തെ വിഷയം സർക്കാരിന്റെ അയ്യപ്പ സംഗമമായിരുന്നു. ശബരിമലയിലെ സ്ത്രീ പ്രവേശന വിഷയത്തിന് ശേഷം ഇടതുപക്ഷത്തിന് പ്രത്യേകിച്ച് CPMന് വലിയ തോതിലുള്ള വോട്ട് ചോർച്ചയുണ്ടായി. അത് പ്രധാനമായും സംഭവിച്ചത് CPMന്റെ ശക്തി കേന്ദ്രമായ മലബാർ മേഖലകളിൽ നിന്നുള്ള ഈഴവ വോട്ടുകളിലായിരുന്നു. കാരണം കമ്മ്യൂണിസ്റ്റുകാരാണെങ്കിലും വിശ്വാസികൾ കൂടിയാണ് പാർട്ടിക്ക് വോട്ട് ചെയ്യുന്നവരിൽ പലരും. എന്നാൽ അയ്യപ്പനെയും ശബരിമല വിശ്വാസങ്ങളെയും തകർത്തതോടെ ജനങ്ങളും പാർട്ടിയിൽ നിന്ന് അകന്നു എന്നതാണ് വസ്തുത. അതിനെ തിരിച്ചു പിടിക്കുക എന്നതാണ് CPMന് മുന്നിലുള്ള ഏക വെല്ലുവിളി. അതിനായി സർക്കാരും CPMും എത്തിയ വഴിയാണ് ആഗോള അയ്യപ്പ സംഗമം. വലിയ കൊട്ടിഘോഷങ്ങൾ നടത്തിയാണ് സർക്കാർ ആഗോള അയ്യപ്പ സംഗമം നടത്തിയത്. എന്നാൽ സെപ്റ്റംബർ 20 നടത്തിയ അയ്യപ്പ സംഗമം അമ്പെ പാളിപ്പോകുന്ന കാഴ്ചയാണ് കേരളീയ പൊതുസമൂഹം കണ്ടത്. 3500 പേരുടെ പരിപാടി എന്ന് പറഞ്ഞ് നടത്തിയ സംഗമത്തിൽ 630 പേർ മാത്രമാണ് പങ്കെടുത്തത്. എന്നാൽ സർക്കാർ പറയുന്നത് അത് 4500 പേർ എത്തിയെന്നാണ്. എന്നാൽ മാധ്യമ റിപ്പോർട്ടുകളുടെ വിഷ്വൽസ് കണ്ടാൽ മനസ്സിലാകും അത് അങ്ങനെയല്ലെന്ന്. അടപടലം തേഞ്ഞുപോയ പരിപാടിയെ എങ്ങനെയെങ്കിലും ന്യായീകരിക്കാനുള്ള ശ്രമത്തിലായിരുന്നു പിന്നീട് CPM. അതുകൊണ്ടാണ് കസേരയിൽ ആരുമില്ലാത്ത പടം AI ഉപയോഗിച്ച് നിർമ്മിച്ചതാണ് എന്നുവരെ പറഞ്ഞു കളഞ്ഞു CPM സംസ്ഥാന സെക്രട്ടറി MV ഗോവിന്ദൻ. അങ്ങനെ ആകെ മൊത്തം അയ്യപ്പ സംഗമത്തിൽ തേഞ്ഞൊട്ടി നിൽക്കുന്ന സർക്കാരിനെ അടിയൻ ലച്ചിപ്പോം എന്ന മനോസ്ഥിതിയിൽ അവതരിപ്പിച്ച കേരളത്തിലെ ഒരേ ഒരു ചാനലാണ് റിപ്പോർട്ടർ. അങ്ങനെ സർക്കാരിന്റെ തേഞ്ഞൊട്ടിയ അയ്യപ്പ സംഗമത്തെ MD ആന്റോ അഗസ്റ്റിന്റെ മുഖ്യ കാർമ്മികത്വത്തിൽ വെളുപ്പിക്കാൻ ആരംഭിച്ചു. കൂട്ടത്തിൽ CPMന്റെ മുഖ്യ അലക്കുകാരൻ അരുൺകുമാറും കൂട്ടത്തിൽ ആർക്കും സംശയം തോന്നാതിരിക്കാൻ ഓപ്പോസിറ്റ് പോയിന്റുകൾ പറയാൻ സ്മൃതി പരുത്തിക്കാടും പിന്നെ എന്തിനോ വേണ്ടി കൊണ്ടിരുത്തിയിരിക്കുന്ന പാവം ജിമ്മിയും. എന്നാൽ അതിൽ ഏറ്റവും തൊലിയൊരിഞ്ഞ ന്യായീകരണം കണ്ടത് ആന്റോ അഗസ്റ്റിൻ്റെതാണ്. യാതൊരുവിധ ഉളുപ്പുമില്ലാതെ അങ്ങ് ന്യായീകരിച്ചു മെഴുകുകയാണ് ആന്റോ അഗസ്റ്റിൻ. ആ വീഡിയോയിൽ പറയുന്നത് ആളുകൾ ഉച്ചയ്ക്ക് ചോറുണ്ണാൻ പോയപ്പോഴോ അല്ലെങ്കിൽ മറ്റ് സെഷനുകളിലേക്കോ പോയപ്പോഴോ ആരോ എടുത്ത വീഡിയോ ആണ് കസേര ഒഴിഞ്ഞു കിടക്കുന്നത് എന്നാണ്. എന്തൊരു ന്യായീകരണം! ഒരുപക്ഷെ CPM സവൈപ്പർ അണികൾ പോലും കരുതാത്ത അത്രയും പെർഫെക്റ്റ് ആയ ക്യാപ്സൂൾ. എന്നാൽ അതിനിടയ്ക്ക് സ്മൃതി പരുത്തിക്കാട് നമ്മുടെ വിഷ്വൽസിലും കസേര ഒഴിഞ്ഞു കിടക്കുന്ന വീഡിയോ ഉണ്ടെന്ന് സ്മൃതി പറയാൻ ശ്രമിച്ചെങ്കിലും ആന്റോ അഗസ്റ്റിൻ അത് ശ്രദ്ധിക്കുന്നു പോലുമില്ല. കാരണം ശ്രദ്ധിക്കാൻ പോയാൽ മറുപടി കൊടുക്കേണ്ടി വരും. മറുപടി പറയേണ്ടി വന്നാൽ തങ്ങളുടെ റിപ്പോർട്ടർമാരും ക്യാമറാമാന്മാരും കള്ളത്തരം പറഞ്ഞതാണ് എന്ന് വിശ്വസിക്കേണ്ടി വരും. അതുകൊണ്ട് അതിനെ അങ്ങ് സൗകര്യപൂർവ്വം ഒഴിവാക്കി.
എന്തൊരു കരുതലാണ് ഈ മനുഷ്യന് എന്ന് തോന്നിപ്പോകും ആന്റോയുടെ ഈ ന്യായീകരണം കണ്ടാൽ. സാധാരണ ഇത്തരം സന്ദർഭങ്ങളിൽ അലറി വിളിച്ചു തന്റെ ഭാഗം സമർത്ഥിക്കാൻ ശ്രമിക്കാറുള്ള സ്മൃതി പരുത്തിക്കാടും പിന്നീട് കൂടുതൽ പറയാൻ നിന്നില്ല. മുതലാളിയായി പോയില്ലേ, എന്തു ചെയ്യാൻ പറ്റും? അതുകൊണ്ട് സ്മൃതിയും പിന്നെ മിണ്ടാതിരുന്നു. എന്നാൽ ഇടയ്ക്ക് എന്തൊക്കെയോ പറയാൻ ശ്രമിച്ചെങ്കിലും അതിനൊക്കെ സമർത്ഥമായി തള്ളിക്കളഞ്ഞു ആന്റോ അഗസ്റ്റിൻ. അതായത് ഏത് വിധേനയെയും സർക്കാരിനെ വെളുപ്പിക്കുന്നതിന്റെ കൊട്ടേഷൻ എടുത്തിരിക്കുകയാണ് ആന്റോ അഗസ്റ്റിനും റിപ്പോർട്ടർ ചാനലും. കൂട്ടത്തിൽ മേമ്പൊടിക്ക് ഇന്റലക്ച്വൽ വിശദീകരണം നൽകാൻ അരുൺ കുമാറും. വീഡിയോയിൽ ഇത് ഒരു പാർട്ടി പരിപാടി ആയിരുന്നെങ്കിൽ അവിടെ ആളെ എത്തിക്കാൻ സർക്കാരിന് യാതൊരുവിധ പാടുമില്ലെന്നാണ് ആന്റോ പറയുന്നത്. പലപ്പോഴും മീറ്റ് ദ എഡിറ്റേഴ്സ് കാണുമ്പോൾ ആന്റോ അഗസ്റ്റിൻ CPM-ന്റെ ഭാഗത്ത് നിന്നുകൊണ്ടാണ് സംസാരിക്കുന്നത്. എല്ലാ ദിവസവും ആന്റോ അഗസ്റ്റിൻ CPM-നെ പുകഴ്ത്തിക്കൊണ്ട് സംസാരിക്കുന്നത് പതിവാണ്. പലപ്പോഴും ആന്റോയുടെ ഭാഗം കേൾക്കുമ്പോൾ നമുക്ക് തോന്നുക ഇയാൾ CPM-ന്റെ പോളിറ്റ് ബ്യൂറോ മെമ്പർ ആണോ എന്നാണ്. അത്രയ്ക്ക് ക്ലീൻ ആയിട്ടാണ് ഇയാൾ CPM-നെ സ്വന്തം ചാനലിൽ ഇരുന്ന് വെളുപ്പിക്കുന്നത്. തീർച്ചയായും ചാനൽ ബിസിനസ് എന്ന് പറയുന്നത് കോടിക്കണക്കിന് രൂപ ചിലവ് വരുന്ന ബിസിനസ്സാണ്. അതിന് വലിയ നിക്ഷേപം ആവശ്യമുണ്ട്. അതുകൊണ്ട് തന്നെ ഇത്തരമൊരു ബിസിനസ് നടത്തുമ്പോൾ ലാഭമാകേണ്ടത് പണം മുടക്കുന്ന ആളെ സംബന്ധിച്ച് അത്യാവശ്യവുമാണ്. പക്ഷേ ലാഭത്തിനു വേണ്ടി ഈ പൊതുസമൂഹത്തെ തെറ്റിദ്ധരിപ്പിക്കും വിധം ഇതുപോലെ പ്രസംഗം നടത്തുന്നത് ഈ സമൂഹത്തോട് ചെയ്യുന്ന ചതിയാണ്. കേരളത്തിൽ ഭൂരിപക്ഷം വരുന്ന ഇടതുപക്ഷ അനുഭാവികളുടെ ഗുഡ് ലിസ്റ്റിൽ ഇടം പിടിക്കാനാണ് നിങ്ങൾ നടത്തുന്ന ഈ കസർത്തെങ്കിൽ കേരളം അതിന് അർഹിച്ച മറുപടി പറയും എന്നാണ് നിങ്ങളോട് ഓർമ്മിപ്പിക്കാനുള്ളത്.